കമ്മ്യൂണിസ്റ്റ് സമര പോരാട്ടങ്ങളുടെ ഭൂമികയാണ് ആലപ്പുഴ. എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ ജനാധിപത്യ ബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും തലത്തിലേക്ക് ഒരു ജനതയെ പ്രാപ്തരാക്കിയ ഒട്ടേറെ മുന്നേറ്റങ്ങൾ, ചരിത്രകഥകൾ ഏറെയുണ്ട് പറയാൻ ആലപ്പുഴയ്ക്ക്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഒരു പക്ഷത്തോടും ചേർന്നു നിൽക്കുന്ന പതിവ് ആലപ്പുഴയ്ക്കില്ല. സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരമാണ് ഇക്കുറി ആലപ്പുഴയിലേത്. വമ്പന്മാർ തമ്മിലാണ് പോരാട്ടം. CPM-ന് മണ്ഡലം നിലനിർത്തണം, കോൺഗ്രസിന് തിരിച്ചുപിടിക്കണം. അത്ഭുതങ്ങൾ കാണിക്കാനാകുമെന്ന് BJP-യും പറയുന്നു. സൂപ്പർ പോരാട്ടത്തിൽ വിജയം ആരെ തുണയ്ക്കുമെന്ന് പറയുക അസാധ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വീശിയടിച്ച UDF കൊടുങ്കാറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അഭിമാനം കാത്തത് ആലപ്പുഴയാണ്. 19 മണ്ഡലങ്ങളിൽ ജനവിധി ഇടതുപക്ഷത്തെ തുടച്ചു നീക്കിയപ്പോൾ കനലൊരു തരി മതി എന്നായിരുന്നു CPM പ്രവർത്തകരുടെ അവകാശവാദം. ഒരു പക്ഷത്തോടും പ്രത്യേകിച്ച് മമത കാണിക്കാത്തതിനാൽ മണ്ഡലത്തിൽ ഇത്തവണ വിജയം നേടാൻ ആർക്കായാലും ഏറെ വിയർക്കേണ്ടി വരും. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മണ്ഡലവും ചേരുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. 5ഇടത്ത് LDF-നും 2ഇടത്ത് UDF-നുമാണ് മുന്നേറ്റം. എന്നാൽ നിയമസഭയിലെ കണക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്നാണ് ലോക്സഭയിലെ കണക്ക് പാഠം. തിരുക്കൊച്ചിയുടെ ഭാഗമായപ്പോൾ 1952-ൽ PT പുന്നൂസാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയത്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും പുന്നൂസ് വിജയം ആവർത്തിച്ചു. 62-ൽ CPI നേതാവ് PK വാസുദേവൻ നായർക്കായിരുന്നു വിജയം. 67-ൽ സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഒരു വനിതയെ CPM പാർലമെന്റിലെത്തിച്ചു. CPM-ന്റെ സുശീല ഗോപാലിന് മണ്ഡലം ചരിത്ര വിജയം നൽകി. 71-ൽ വീണ്ടും സുശീല ഇടതു സ്ഥാനാർത്ഥിയായെങ്കിലും വിജയം RSPയുടെ K ബാലകൃഷ്ണനായിരുന്നു. മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാതെ ഒരാൾ 25,918-ന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 1977-ലെ പുനർനിർണയത്തോടെയാണ് മണ്ഡലം ഇന്നു കാണുന്ന ആലപ്പുഴയാകുന്നത്. ഇതോടെ മണ്ഡലത്തിൻ്റെ ചിത്രമാകെ മാറി. അന്നോളം ഇടതിനൊപ്പം നിന്ന മണ്ഡലം അക്കൊല്ലം വലത്തോട്ടു ചാഞ്ഞു. യുവാവായ VM സുധീരനിലൂടെ 63,998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് പതാക പാറി. CPM-ന്റെ മുതിർന്ന നേതാവ് E ബാലാനന്ദനെയാണ് അന്ന് സുധീരൻ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി ജയിപ്പിക്കുന്ന രീതിയാണ് ആലപ്പുഴ പിന്തുടർന്നത്. 80-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും സുശീല ഗോപാലൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. അന്നോളം ആലപ്പുഴ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു സുശീലയുടെ വിജയം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ജനങ്ങൾ വക്കം പുരുഷോത്തമനിലൂടെ കോൺഗ്രസിൻ്റെ കൈപിടിച്ചു. 89-ലും വക്കം തന്നെ വിജയം ആവർത്തിച്ചു. 91-ൽ മണ്ഡലം വീണ്ടും ഇടത്തോട്ട് ചാഞ്ഞു. രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിലും സംസ്ഥാനത്ത് CPM-നൊപ്പം നിന്ന 3 മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. TJ ആഞ്ചലോസ് ആലപ്പുഴയിൽ CPM-ന്റെ അഭിമാനം കാത്തു. 96-ലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും സുധീരനൊപ്പം നിന്നു. 98-ലും 99-ലും സുധീരൻ ജയം ആവർത്തിച്ചു. ഓരോ വിജയത്തിലും ഭൂരിപക്ഷമുയർത്തിയ സുധീരൻ മണ്ഡല ചരിത്രത്തിലെ ആദ്യ ഹാട്രിക് വിജയവും സ്വന്തമാക്കി. സുധീരന്റെ കുതിപ്പ് തടയാൻ പരീക്ഷണ തന്ത്രം മെനഞ്ഞ CPM 2004-ൽ നിർത്തിയത് ഡോക്ടർ KS മനോജിനെ. ലത്തീൻ സഭയുടെ പ്രതിനിധി എന്ന വിശേഷണവുമായി വന്ന മനോജ് മണ്ഡലത്തിലെ എക്കാലത്തെയും അട്ടിമറി വിജയം നേടി. വെറും 1022 വോട്ടുകൾക്കായിരുന്നു സുധീരന്റെ പരാജയം. സുധീരന്റെ അപരനായി നിന്ന VS സുധീരൻ നേടിയത് 8282 വോട്ടുകൾ. 2009-ലെ തെരഞ്ഞെടുപ്പിൽ CPM മനോജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസ് ആകട്ടെ ആലപ്പുഴയിലെ MLA KC വേണുഗോപാലിനെയും. വൻ ഭൂരിപക്ഷത്തിൽ KS മനോജിനെ പരാജയപ്പെടുത്തി KC ആദ്യമായി ലോക്സഭയിലെത്തി. 2014-ൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ആലപ്പുഴയിൽ KC വേണുഗോപാലിന് രണ്ടാം ജയം. 2009-ലെയും 2014-ലെയും വിജയത്തിൻ്റെ ആത്മവിശ്വാസവുമായാണ് UDF 2019-ൽ ഇറങ്ങിയത്. എങ്ങനെയെങ്കിലും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക മാത്രമായിരുന്നു LDF ലക്ഷ്യം. നിയമസഭയിൽ അരൂരിൻ്റെ ജനപ്രതിനിധിയായ ആരിഫിനെ CPM സ്ഥാനാർത്ഥിയാക്കി. 2019-ൽ കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി ആലപ്പുഴ ഇടതുകോട്ടയെന്ന് AM ആരിഫിൻ്റെ പ്രഖ്യാപനം. ജയസാധ്യത വിദൂരമാണെങ്കിലും മണ്ഡലത്തിലെ BJP സാന്നിധ്യവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയത് 1,87,729 വോട്ടുകളാണ്. ഇത്തവണ മണ്ഡലത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നടത്തുന്നത്. മണ്ഡലത്തിൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് കരുതുന്നവരും കുറവല്ല.
2009 കേവലം 20,000 വോട്ടുകൾ പോലും അവകാശപ്പെടാനില്ലാത്ത പാർട്ടി വർഷങ്ങൾക്കിപ്പുറം 2019 നേടിയത് 1,87,000-ലധികം വോട്ടുകളാണെന്നതും എടുത്തു പറയേണ്ടതാണ്. തങ്ങളുടേതെന്ന് ഇരു മുന്നണികളും അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആലപ്പുഴ ആർക്കൊപ്പം നിൽക്കുമെന്നത് കാത്തിരുന്നു കാണണം. കേന്ദ്ര സർക്കാരിൻ്റെ വികസന വിരുദ്ധ നയങ്ങളും വർഗീയ പ്രീണന നിലപാടുകളുമാണ് ഇരു മുന്നണികളുടെയും പ്രധാന പ്രചാരണം. MLA എന്ന രീതിയിലും MP എന്ന നിലയിലും മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരു സ്ഥാനാർത്ഥികളും എണ്ണി പറയുന്നു. മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഇടതും വലതുമല്ല ഒരു അവസരം തരൂ എന്ന് BJPയും പറയുന്നു. ഇത്തവണ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമെന്ന നിലയിൽ ആര് തോറ്റാലും അതുണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. കനൽ തെളിഞ്ഞു കത്തുമോ ഊതിക്കെടുത്തുമോ എന്നറിയാൻ ദിവസങ്ങൾ മാത്രം.